ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ മുടിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ കളർ അടിക്കാനൊരു സാധനം വാങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു ബാക്കിലൊക്കെ അടിച്ചാൽ മതി, മുമ്പിൽ അടിച്ചാൽ ഭയങ്കര എനിക്ക് നല്ല അനുഭവം ഉണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മുമ്പിൽ ആദ്യം പോയി അടിക്കില്ല. എനിക്കും എൻ്റെ കസിനും ഭയങ്കര അനുഭവം ഉണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു മുമ്പിൽ അടിക്കില്ല. അതൊന്നും കേൾക്കാണ്ട് ഞാൻ പറയണ ആദ്യം ഒരു വട്ടം പറഞ്ഞു, പിന്നെ ഓള് ഓടിപ്പോയി തേച്ച് വന്ന്. അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒക്കെ തേച്ച്. ഇവിടെ തേച്ച് അത്ര കൊളായില്ല കേട്ടോ. ഇവിടെ വയസ്സന്മാരെ പോലെ ഞാൻ ഇട്ടില്ല. ഞാൻ കണ്ടിട്ട് കറക്റ്റ് ഒരു വയസ്സത്തിൻ്റെ ലുക്കില്ലേ. ഇവിടെ ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടൊക്കെ ഞാൻ സാധാരണ മുടി കെട്ടൽ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മാറുന്നു, ഇങ്ങനെ എന്താ പറയുക എടുക്കലാട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി, കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി വേറെ എന്തൊക്കെയോ ഹെയർ സ്റ്റൈൽ പിടിച്ചതാണ് കേട്ടോ. കാരണം ഈ മുടി കണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നുന്നില്ല. ഇനി ഈ സംഭവം മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ബ്ലാക്ക് ഹാൻഡ് അടിക്കണല്ലേ, നല്ല കളർ മാറും. ഒരു കൊല്ലം കഴിഞ്ഞാൽ പോയി എൻ്റെ മുടിൻ്റെ ബാക്കിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ആവേശം 2023 അടിച്ചാൽ ഇപ്പോഴും പോയില്ല. ഇപ്പം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ബ്രൗൺ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെരച്ച മുടി കളർ ചെയ്ത ആ ഒരു ലുക്ക് ഉണ്ട്. സംഭവം ഈ കളർ അങ്ങനെ ആവാനുള്ള കാരണം എന്താ, ഏതായാലും മുടി അങ്ങോട്ട് കുളമായിട്ടുണ്ട് ഗൈസ്. രാവിലെ തുടങ്ങിയത് അവരെ ട്രോളല് ഇവള് ഉമ്മ അയിമണ് എന്താ താത്താ കാണാൻ വയസ്സത്തിളം പോലെ ഉണ്ടല്ലോ. വീടിന്റെ അകത്തു കൂടെ ഞാൻ ഷാൾ ഇടലില്ല കേട്ടോ. ഞാൻ എന്നിട്ട് കുറെ നേരം ഷാൾ ഇട്ട് ഇവരെന്നെ കളിയാക്കിയിട്ട്. ഏതായാലും ഇനി ഇത് ബ്ലാക്ക് തന്നെ അടിച്ചിട്ട് വേണോ ഒഴിവാക്കാൻ. അനുഭവമുള്ള ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ സംഭവം വേസ്റ്റ് ചെയ്യണ്ട വിചാരിച്ചിട്ട് തേച്ചാണ്. പക്ഷെ ഇമാതിരി പണി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ഏതായാലും പോട്ടെ, ബ്ലാക്ക് എണ്ണ ഇട്ടാൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെന്ന് അറിയില്ല കേട്ടോ, ബ്ലാക്ക് എണ്ണ ഒന്നും ഇട്ട് നോക്കിയില്ല. അപ്പം നമ്മളെ വ്ളോഗ് ഇതല്ല ഗൈസ്. വ്ളോഗ് എന്താണ് പറയും. അപ്പം ഇന്ന് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകാം. ഇവളല്ല, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കും, ഇവിടെ ഉണ്ടാക്കും. ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇവിടെ തരും, ഞാൻ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ വെറൈറ്റി പിടിക്കാൻ വെച്ചിട്ടോ. എനിക്ക് സത്യം പറയാൻ ഞാനല്ല ഇവിടെ കുക്കിംഗ് കുക്കറാണ്. കുക്കറോ നാട്ടിലെ വീട്ടിലെ കുക്കർ. ഞാനാണ് വീട്ടിലെ ഞാൻ വീട്ടിലെ ഷെഫ്. അതായത് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെ കഴിപ്പിച്ച് റിയാക്ഷൻസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇവർ കഴിക്കാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കും. ഞാൻ കഴിക്കുന്നേക്കാളും കൂടുതൽ ഇവർക്ക് കൊടുത്തിട്ട് വരെ റിയാക്ഷൻ അറിയാൻ എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള. നമ്മൾ ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. ഇവളത് എന്ത് ചെയ്യുക, അത് കേട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ആൽഫ്രഡോ ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ശ്രമം വിജയിക്കും. തൊള്ള വെക്കാൻ പറ്റും. ഏതായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു പരിപാടിയും കഴിഞ്ഞില്ല, ഒരു വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ വണ്ടർലാൻഡ് ആണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വണ്ടർലാൻഡ് ഡ്രസ്സ് വാങ്ങി നമ്മൾ മുതലാക്കണ്ടേ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. എൻ്റെ മുടി പോട്ടെ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഗൈസ്. കിച്ചണിൽ കാണാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഇപ്പം രാത്രി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു കുക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കാം, അല്ലാണ്ട് കട്ടിങ്സ് ഒക്കെ ഇവിടുന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റുഷിത ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ റുഷിത ഇവിടെ നമ്മളെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ്, എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളി, പിന്നെ പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിതാ ഇവിടുന്ന് കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇതാ കട്ട് ചെയ്യാണ് ഗൈസ് ഉള്ളിയൊക്കെ. അങ്ങനെയല്ലേ കട്ട് ചെയ്യല്, ഇതിനൊരു രീതി ഉണ്ട്. എങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധാരണ കറിക്ക് കരിയും പോലെ കട്ട് ചെയ്യാം. ദെൻ പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യുക. എങ്ങനെ അറിയോ, ക്യൂബാക്കി കട്ട് ചെയ്യാം. മനസ്സിലായോ? ക്യൂബാക്കണം. സിറ്റ് ഔട്ട് മുഴുവൻ ഇപ്പം കോളാക്കിയിട്ട് അമ്മനോട് നമുക്ക് അടി കിട്ടും ഗൈസ്. ഇത് പിന്നെ ഞാൻ പുതുതായിട്ട് വാങ്ങിയ ട്രൈപോഡാണ് ഗൈസ്. വീഡിയോ ലെങ്ത് ഇല്ലാതെ പറയുന്നവർക്ക് നല്ല ലെങ്ത്. ഇത് പുതുതായിട്ട് വാങ്ങിയ ട്രൈപോഡാണ്. അതൊക്കെ നമ്മൾ മുറ്റത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഫോൺ നമുക്ക് ഇവിടെ വെക്കാം. ഏതായാലും ഈ ട്രൈപോഡ് നല്ല സെറ്റ് സാധനമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. വീഡിയോ ലെങ്ത് ഇല്ലാന്ന് പറയുന്നവർക്ക് ഇന്നത്തെ വീഡിയോ നല്ല ലെങ്തിയാണ്. മുടിനെ വെച്ച് ട്രോൾ ചെയ്യാത്ത നേരം ഉണ്ടാവില്ല. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വേണ്ടില്ല ഇനി നോയിപ്പോയി. ഞാൻ എനിക്കാണ് പറ്റിയെങ്കിൽ ഇവിടെ എനിക്ക് പറ്റും. അത്രയും സ്വയം വരില്ല. ഇവിടെ എന്നിട്ട് എൻ്റെ കുട്ടിയില്ല, എൻ്റെ മോനെ എടുത്തിട്ട് ഇവള് പറയാട്ടോ, ഇതാ നോക്ക് ഉമ്മമ്മ. ഞാൻ സംഭവം വീട്ടിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സല്ലേ ഇടും. ഞാൻ ഏറ്റവും കെട്ടാണ് നിൽക്കാറ്. അപ്പം ഞാൻ ഏറ്റവും കെട്ട് കുട്ടീനൊക്കെ എടുത്ത് വന്നപ്പം പറയാം, കുട്ടി ഉമ്മമ്മൻ്റെ കയ്യിലാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാം, ട്രോള. ഇനി ഇതൊന്ന് ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് കുറച്ച് എന്താ പറയുക സമാധാനമായിട്ട് നടക്കാൻ. ഇനി നമ്മളെ വീഡിയോസ് അധികവും കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും കൂടുതലും അല്ലേ. പിന്നെ ഷോപ്പിംഗ്, പിന്നെന്താ പറയുക കുറേ ആൾക്കാർ ട്രോളുണ്ട്. വേറെ കാര്യം എന്താ പറയുക ഷോപ്പിംഗ് വ്ളോഗ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്താ ചോദിക്കലോ? ഇതാ
വീഡിയോ ലെങ്ത് ഇല്ലാന്ന് ചോദിക്കാം. ലെങ്ത് ഇല്ലാന്ന് ചോദിച്ചവരുണ്ട്. പിന്നെ ഷോപ്പിംഗ് വ്ളോഗ് മാത്രമേ ഉള്ളൂ, ലോങ് വീഡിയോ ഇട്ടില്ലേ താത്ത എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താത്ത 20 വയസ്സിൽ താത്ത. അപ്പം ലോങ് വീഡിയോ ഇടുന്നില്ലേ, പിന്നെന്താ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ഉള്ളൂ അല്ലല്ലോ ചോദിക്കൽ. നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ചോദ്യമുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടോ, ചലഞ്ചസ് വീഡിയോസ് ഇടോ. ചലഞ്ചൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പം റുഷിദക്ക് ഇപ്പം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആനുവൽ ഡേ ആണ്. അപ്പം അതൊക്കെ ഒന്ന് കഴിയട്ടെ, അതൊക്കെ നമുക്ക് കെട്ടിറങ്ങിയിട്ട് നമുക്ക് ചലഞ്ചസ് വീഡിയോ സെറ്റാക്കാം. ആനുവൽ ഡേ വീഡിയോ നമ്മൾ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇവളെ സ്കൂളിൽ ആനുവൽ ഡേ പരിപാടിക്കൊക്കെ പോകാനേ. നമുക്ക് വീഡിയോ എടുത്ത് നമ്മൾ വ്ളോഗാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം മെയിനായിട്ട് കുക്കിംഗ് വീഡിയോസ്, ട്രാവലിങ്, പിന്നെ എന്താ ഉണ്ടാവുക, അതൊക്കെ മെയിനായിട്ട് നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുക. പിന്നെ വീട്ടിൽ നിന്നുള്ള അധികം വ്ളോഗ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വ്ളോഗ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്ളോഗിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡെയിലി ഡേ ഔട്ട് വീഡിയോ അല്ലെങ്കിൽ കാലിക്കറ്റ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ദിവസം പോകുന്നു. ഇല്ല, നമ്മൾ ദിവസം പോകാറില്ല. പോലുണ്ടോറുതാ പോലില്ല. നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ തന്നെ അപ്ലോഡ് ആവില്ല. നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ആവാൻ ലാഗുണ്ട്. അതുകൊണ്ടാണ് സംഭവം. അപ്പോൾ ലോങ് വീഡിയോസ് മൊത്തം അധികം ഡേ ഔട്ട്, ബേപ്പൂര്, കാലിക്കറ്റ് അങ്ങനെ ആ ലെവലാണ് പോണത്. ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ദിവസം ഇന്നെടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ആവണമെന്നില്ല. ഷോർട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആക്കാം. ലോങ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടൈം എടുക്കും. അങ്ങനെയാണ്. പിന്നെ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ അവൻ്റെ പിന്നാലെ പോയി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനൊന്ന് സൈഡാക്കിയിട്ടാണ് പിന്നെ അടുത്ത പരിപാടി പിടിക്കുക. പിന്നെയും വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ രാത്രി ഉറക്കം കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല, ആവില്ല. അല്ലെങ്കിൽ തന്നെ ഉറക്കം നമുക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ. മോന് രാത്രി 3-4 തവണയൊക്കെ എണീക്കും. അപ്പോൾ നമ്മളെന്നും പുറത്ത് പോകാറില്ല, നമ്മൾ വീട്ടിലാണ് ഗൈസ്. നമ്മളെ അവസ്ഥ ഇതാണ് ഗൈസ്. വീട്ടിൽ ആഗ്രഹം വരുമ്പോൾ നമ്മൾ വല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് ആഗ്രഹം വന്നു, ചിക്കൻ എന്തായിരുന്നു, ആൽഫ്രഡോ ചിക്കൻ പാസ്ത, നമ്മളെ വൈറ്റ് സോസ് പാസ്ത അതുണ്ടാക്കണമെന്ന്. അപ്പോൾ വിചാരിച്ചും ഏതായാലും ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്, അതൊരു വെറൈറ്റിക്ക് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് റുഷിദാനോട് ഉണ്ടാക്കാം. നേരം കൊണ്ട് ഞാനൊരു ക്യാപ്സിക്കം മൊത്തം അരിഞ്ഞ് തീർത്തു. ഓക്കെ, ക്യാപ്സിക്കം, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. ചിക്കൻ നമ്മൾ എന്തൊക്കെ ഇട്ട് പറഞ്ഞു? ചിക്കനിൽ നമ്മൾ ഇതിൽ നോക്കി അറിയാം, മഞ്ഞപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മൾ കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമ്മൾ ആ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിയുന്നതും ബോൺലെസ് ആക്കുക. കഴിയുന്നതും നമ്മൾ ബോൺലെസ് വാങ്ങിക്കാൻ ശ്രമിക്കുക ഗൈസ്. അല്ലെ ബോൺലെസ് ആക്കിയാലും മതി. ബോൺലെസ് ആക്കേ ചിക്കൻ ബോൺലെസ് ആക്കൂ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ ഇങ്ങനെ എല്ലില്ലാത്ത, അതായത് എല്ലുള്ള പീസിൽ ചിക്കൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഗൈസ്. അപ്പോൾ അതാ ചൂടാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മളെ പാനിലെ ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിലുള്ള സൺഫ്ലവർ ഓയിൽ ആയിരുന്നു, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നേരെ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇട്ടെടുക്കും. അങ്ങനെ തന്നെ. അങ്ങനെ അല്ലേ? അതന്നെ, അതൊരു സാറ്റിസ്ഫിക്കേഷൻ. ഫസ്റ്റ് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ്. വെളുത്തുള്ളിയുടെ ഫുള്ള് വേഗം ഇട്ടൂടെ, എന്താ സ്പീഡില്ലാത്ത? ഗ്യാസ് കുറച്ചൊന്ന്. അപ്പോൾ നമ്മൾ ബട്ടറിൽ വെളുത്തുള്ളി നല്ലോണം സോട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ഇവളോട് ഫസ്റ്റ് മൈദ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാട്ടോ. ഈ മൈദ എടുത്ത് ഇതിലിടാൻ നോക്കുക. അപ്പം രാത്രി ആയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാനും റുഷിദനോട് മൈദ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതാട്ടോ. വെളിച്ചെല്ലായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഇതവിടെ എൻ്റെ ഫോണിൽ വെളിച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവളോട് മൈദ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ. സംഭവം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൈദ ഇടണം ഈ ഒരു പാസ്തയിൽ. എന്നിട്ട് ഇവള് മൈദ എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ വെളുത്തുള്ളിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കും. വെളിച്ചല്ലേ കാണുന്നില്ല? അപ്പോൾ കാണാം. നല്ല സോട്ട് ചെയ്തോ. വെളുത്തുള്ളി ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇത്ര കളറാകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വേർഷനാണ് കേട്ടോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗൈസ്. ഇനി ഞങ്ങൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. ചിക്കനിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. എത്ര മതിയോ? കുറച്ച് മതി. പാസ്ത നമ്മൾ എന്ത് ചെയ്യുക, വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്താൽ എന്താവും? പാസ്ത സെറ്റാക്കി കിട്ടുക. അല്ലെങ്കിൽ പാസ്ത ഒട്ടി പിടിച്ച് പോകും കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരും, കാണില്ല. ഇങ്ങനെ കിട്ടും. ഈ ഒരു ലെവലിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പാസ്ത നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ ഒട്ടി പിടിച്ച് പോയാൽ പാസ്ത അടപടല മൂഞ്ചും ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൺഫ്ലവർ ഓയിൽ വയ്ക്കണം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ കണക്കൊന്നും പറയുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചാണ് സംഭവം ഇടേണ്ടത്. കുരുമുളക് കുറച്ചിട്ടാൽ മതിയേ കേട്ടോ. ഓക്കെ സെറ്റ് ഇളക്കി കൊടുക്കും.
ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടണം. വെക്കുവോ? കുറച്ചുകൂടി മതി. അങ്ങനെയൊക്കെ വേണം, നല്ല ടേസ്റ്റിയോ? നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കനിലിട്ട് കുരുമുളക് എനിക്ക് കുറച്ച് സ്പൈസി അല്ലേ മതി. ആക്കാൻ പറ്റുമോ? എനിക്ക് പല ഡൗട്ട് ഉണ്ട്. തൊള്ളയില് വെക്കാം, ടേസ്റ്റ് ഉണ്ടോ എനിക്കറിയില്ല. അപ്പൊ നമ്മള് ഷെഫ് റുഷ്ദയാണ് ഇവിടെ ഉള്ളത്. മുഖം കാണാനാണ് ഞാൻ ഈ ലൈറ്റ് വെച്ച്, മനസ്സിലായോ? നല്ല പെണ്ണായി. ഇനി ഇതിലേക്ക് എന്താ ഇടണ്ടേ? എനിക്ക് വല്ല പിടുത്തമുണ്ടോ? കുറച്ച് ബുദ്ധി ഉണ്ടാവട്ടെ. ചിക്കൻ ഇടാനായിട്ടില്ല. ഇവളിത് കവറോടൊക്കെ എടുത്തുണ്ടോന്നാ മൈദ. മൈദ ഇടണം. 1 സ്പൂണ് 2 സ്പൂണ്. ഒന്നും കൂടി ഇട്ടോ, ഒന്നും കൂടി. കുറച്ചിട്ടാലേ. ഓക്കെ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചെടുക്കുക. വേഗം ഒഴിച്ചു കൊടുക്ക്. പാല് വെക്കുന്ന മാത്രം ഇഷ്ടമല്ലോ, കാരണം ഞാൻ പാല് വേഗം ഒഴിച്ചു കൊടുക്ക്. ആ ഇനി നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറുകട്ടെ. ഇതിന്റെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാ, ട്രൈ ചെയ്ത് നോക്കണ്ടി. സെറ്റാണ് ശരിക്കും. ഇത് കുറുകിയിട്ടൊക്കെയാണ് ചിലർ എന്ത് ചെയ്യാ ചിക്കൻ ഇടുക. ഞാൻ ഫസ്റ്റ് ഇടുക ചിക്കൻ. വൈറ്റ് സോസ് പറഞ്ഞിട്ട് യെല്ലോ സോസ് പാസ്ത ആവും. അപ്പോൾ അത് മിക്കവാറും ഇനി നമുക്ക് പാസ്ത ഇടും. വരുന്നില്ലല്ലോ. ഇനി മിക്സ് ചെയ്തുകൂടെ നല്ലോണം. ഉണ്ടാക്കി ഒരു ലോഡുണ്ട്. മെല്ലെ 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 മിക്സ് ചെയ്തൂട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചീസും കൂടി ഇടാൻ പോവാൻ. ചീസ് പൊട്ടിക്കി. ഇവളാദ്യം ഇവിടെ കട്ട് ചെയ്യലേ കേട്ടോ. എൻ്റെ ട്രിക്കാണ് ഇവിടെ. അല്ല, എല്ലാവരും ട്രിക്കാണ്. എൻ്റെ മാത്രം ട്രിക്കൊന്നല്ല. ഏതത്? അങ്ങനല്ല, ഇത് ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം ഗൈസ്. ഇതിൻ്റെ മാത്രം റെസിപ്പിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത്ര ഈ കളർ ഉണ്ടാവില്ല, വെള്ള കളർ ഉണ്ടാവില്ല. ഈ ഉണ്ടാക്കിയോണ്ട് കൊള്ളാൻ തോന്നുന്നു. എന്താ പറയാ, എന്താ വെച്ചാൽ ചിക്കൻ പൊരിച്ചതിന്റെ അതായിരിക്കും ചിക്കൻ. നമ്മളിത് കഴിച്ച് അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡെലീഷ്യസ് പാസ്ത ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ട് മൂടി വെക്കല്ലേ. പാത്രം ഇട്ട് അടിച്ചു വെക്ക്. അപ്പം ഗൈസ് റുഷ്ദ അവിടെ തകൃതിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓളെ വിളിച്ചോണ്ടാരാ കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ്. നമ്മൾ ചീസ് ഇട്ടു. ചീസ് ഒന്ന് മെൽറ്റ് ആവേണ്ട സമയം കൂടിയേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓളെ വിളിച്ചോണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ റുഷ്ദ വന്നു ഗൈസ്. കാണാൻ സെറ്റ് സാധനം കേട്ടോ പാസ്ത. അല്ല അപ്പോൾ അതാർക്കാ താങ്കൾ ഉണ്ടാക്കി കൊണ്ടാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. കാണാൻ നല്ല രസമുണ്ട്. ഇനി കഴിക്കാൻ എങ്ങനെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട്. വയൽ വെള്ളമുണ്ട്. അപ്പം നമുക്കിനി കഴിച്ചു നോക്കട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി സാധനം ഗൈസ്. വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വീഡിയോ എടുത്തോണ്ട് പറയാം കേട്ടോ. സെറ്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി സെറ്റ് ആവുന്നു. കളറില്ല, നമ്മളെ വൈറ്റ് സോസ് പാസ്തന്റെ കളറില്ലാന്നേ ഉള്ളൂ. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. കഴിക്കും. അവള് കഴിച്ചു നോക്കില്ല. എങ്ങനെയുണ്ട്? കണ്ടില്ലേ എൻ്റെ പല കുക്കിംഗ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ പല കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസും കേട്ട് ഉണ്ടാക്കിയാലും ഇതുപോലെ ഇരിക്കും ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. സെറ്റ് സാധനം. എൻ്റെ പൊന്നെ ചീസിൻ്റെ ചോയയും ക്യാപ്സിക്കം ചില്ലി ഫ്ലേക്സ് എല്ലാത്തും കൂടി മിക്സ് ആയിട്ട് ചിക്കൻ്റെ ടേസ്റ്റാണ് അപാരം. സംഭവം നമ്മളൊരു ഉപ്പും കുരുമുളക് ഇട്ട് മാത്രമേ പൊരിച്ച് ഉണ്ടാക്കിയ ചിക്കനാണ്. പിന്നെ എല്ലാവരും പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് അറിയില്ല. എൻ്റെ ഒരു വേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓവർ ആക്ടിംഗ് ആണെന്ന് വിചാരിക്കുന്നത്. സത്യം ഭയങ്കര ടേസ്റ്റിയാണ്. സത്യമാണ്, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അപ്പം ഉമ്മ പാസ്ത കഴിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉമ്മക്ക് കുറച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ് ട്രൈപ്പോഡ് വെക്കട്ടെ. ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് ടേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് ഉമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. സെറ്റായില്ലേ? ഞാൻ ഒരിടത്തുനിന്നും പാസ്ത കഴിക്കാത്തതാണ്. എനിക്ക് നമ്മൾ ഈ കഫേയിലെ പാസ്ത ഒരു മിനിറ്റ്. അപ്പം എസുക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവൻ ഉറങ്ങുന്ന നേരത്താണ് ഞങ്ങൾ പാസ്തേൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഫേയിൽ കിട്ടുന്ന പാസ്ത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എരിവുണ്ടാവും കൊടുക്കണം.
എരിവുണ്ടാവും കൊടുക്കണ്ട. അപ്പം നമ്മുടെ കഫേയിൽ കിട്ടുന്ന പാസ്ത എന്തിന്റെ ടേസ്റ്റ് ഉണ്ടാവുക? ഒരുമാതിരി എനിക്ക് കഫേയിൽ കിട്ടുന്ന പാസ്ത ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒട്ടുമിക്ക കഫേയിൽ ഞാൻ കഴിക്കില്ല, ഇവിടെ ഓർഡർ ചെയ്യും ഞാൻ കഴിക്കില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫർസേ പോയി കഴിച്ചു, പിന്നെ വേറെയും കുറേ സ്ഥലത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊടുക്ക്, എരിവില്ലാത്ത പാസ്ത എടുത്തു, ചീസിൻ്റെ അടുത്തുള്ള കൊടുക്കും. കഫേയിൽ നമ്മൾ പോയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഹോട്ടൽസിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കഫേന്നും മറിക്ക് ഞാൻ പറയട്ടെ, എൻ്റെ വ്യൂവേഴ്സിനോട് പറയട്ടെ, ഗോ ഗോ ഗോ. കഫേന്ന് നമ്മൾ കിട്ടുന്ന പാസ്തയും കഫേന്ന് കിട്ടുന്ന പാസ്തയും പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പാസ്തയൊന്നും എനിക്ക് വലിയ ലൈക്കില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു വേർഷൻ റെസിപ്പിയാണ് ഗൈസ്. പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ടേസ്റ്റ് ഇല്ല. അനിയത്തിയാണെന്ന് വിചാരിച്ച് പൊക്കി പറയുകയാണെന്ന് അങ്ങനെയല്ല കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറോളായി പാസ്തേൻ്റെ വ്ളോഗ് എടുക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അതൊരു 20 മിനിറ്റിലോ അതിലേറെ കുറവായിരിക്കും. പക്ഷെ കുറേ നേരമായി നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ കട്ട് ചെയ്യലും കുക്ക് ചെയ്യലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടും എന്തായാലും അതിനൊരു ബലം ഉണ്ടായി. സംഭവം സെറ്റ് സാധനം. ഇനി നമ്മൾ വേറെ അടുത്ത ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ സാധാ ചോറ് കറി അതല്ലാതെ ഇതുപോലത്തെ ലോഡഡ് ഫ്രൈസ്, നമ്മളെ കഫേ ടൈപ്പ് ഫുഡുകളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഏതായാലും പാസ്ത നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തെന്താ വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സിനുള്ള പാസ്തയാണ്. അപ്പോൾ പാസ്ത ഏതായാലും സെറ്റ് ആയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ, ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.